ഷോൾഡറിൻ്റെ ഇഞ്ചുറിയാണ്. അപ്പം ട്രപ്പീഷ്യസിൻ്റെ ഭാഗം ഈ ഒരു നെർവസിൻ്റെ ഇവിടെ ഒരു എന്തോ ഒരു കംപ്ലൈൻറ്റാണ്. നാട്ടിൽ കാണിച്ചപ്പം കുഴപ്പമില്ല, ചെറിയ ഇഞ്ചുറി ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞു. ഇങ്ങനെ ഡോക്ടറുണ്ട്, ഡോക്ടർ കുഴപ്പമില്ല, ആളിങ്ങനെ നോക്കണതാണ്. ട്രപ്പീഷ്യസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അയാൾ തൊട്ട് നോക്കും. അപ്പം വീക്കാണെങ്കിൽ അയാൾ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞു തരും. നമുക്ക് നോക്കിയപ്പോൾ ഷിൻഡോ തോമസും അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ കയറിപ്പോയി. അപ്പം മുകളിൽ കയറിപ്പോയപ്പം ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോറിൽ ഇയാളെ ഇങ്ങനെ ഒരു ഷിൻഡോ തോമസ് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഹോണിംഗ് ബെൽ അടിച്ചിട്ട് നോക്കിയത്. അപ്പോൾ ആളിങ്ങനെ വാല് തുറന്നിട്ട് ആദ്യം. അപ്പം ഞാൻ ഫ്രണ്ടിലിരുന്നു. ഇയാളപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, ഇയാൾക്ക് എന്നെ മുന്നേ പരിചയമുള്ള പോലെ സംസാരിച്ചു. അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഇയാൾ ഷോൾഡർ തൊട്ടു. അപ്പോൾ പറഞ്ഞു വീക്കാണെന്ന് പറഞ്ഞു. ഇവിടെ വീക്കാണ്, ഭയങ്കര സ്റ്റിഫ്നെസ്സാണ്, ഭയങ്കരമായിട്ട് അത് പ്രശ്നമാണടാ, നിനക്ക് ഒന്ന് നീ അകത്തോട്ട് വാ. അപ്പോൾ ഇങ്ങനെ ഇവിടെ കയറുന്ന തൊട്ടടുത്ത് തന്നെ ഒരു റൂം, ഒരു ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ എല്ലാം ഉണ്ട് അവിടെ. അപ്പം എനിക്ക് ഡൗട്ടൊന്നും അടിച്ചില്ല. സർട്ടിഫിക്കറ്റ്, മെഡൽസ് എല്ലാം ഉണ്ട് അവിടെ. കാലിൽ കെട്ടി ഒരു കറുത്ത തുണിയിട്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ കെട്ടണമെന്ന് വെച്ചാൽ പറയാം, അത് പേടിക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട, ഇത് നമ്മൾ സ്പൈനിൻ്റെ ഈ ഭാഗത്തൊരു സ്റ്റിഫ്നെസ് ഉണ്ട്, അതൊന്ന് റിലീസാകാനാണ്. കാലിലും കട്ടിലിലും കെട്ടിയിട്ടുണ്ട്. അത് ഞാൻ അറിഞ്ഞത് ഇങ്ങനെ വലിച്ചപ്പോൾ ബോഡി സ്റ്റക്കായി, അവിടെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. അപ്പം ഞാൻ ഇങ്ങനെ തട്ടി കൈ വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് എന്തോ റിലീസായി. ഇയാൾ ഇവിടെ പിടിച്ച് ഒറ്റ അമർത്തി, ഇവിടെ ഈ വയറിൻ്റെ ഈ ഭാഗത്ത് ഒറ്റ പ്രസ്. ഇപ്പോൾ വാർത്തയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഷിൻഡോ തോമസ് എന്ന് പറഞ്ഞ ഫിസിയോതെറാപ്പിസ്റ്റ്, കോഴിക്കോട് നടക്കാവ്. അവിടെ ഒരു പെൺകുട്ടി ട്രീറ്റ്മെൻറ്റ് തേടി ചെല്ലുന്നു. ആ പെൺകുട്ടിയെ കെട്ടിയിട്ട് ആക്രമിക്കാൻ നോക്കുന്നു. ഇതാണ് ഇപ്പോൾ പോലീസ് പിടിച്ചിട്ടുണ്ട്. ഇതാണ് വാർത്ത, മീഡിയ വണ്ണി വന്ന വാർത്തയാണ്. ഇതിൽ ആ പെൺകുട്ടി ഒറ്റയ്ക്ക് പോയത് തന്നെ തെറ്റെന്ന് എല്ലാവരും കമൻറ്റ് ബോക്സിൽ പറയുന്നു. അത് എനിക്കും അതേ പറയാനുള്ളൂ. പക്ഷേ അതിവിടെ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോഴത്തെ പെൺകുട്ടികൾ, ഇപ്പോൾ അരുണിമ ലോകം മുഴുവൻ ഒറ്റയ്ക്ക് നടക്കും. ഇത് കാണുമ്പോൾ പെൺകുട്ടികൾക്ക് ഈ കേരളത്തിലാണ് ജീവിക്കുന്നുള്ള വിചാരമൊക്കെ പറഞ്ഞിട്ട് നമ്മളും ബോൾഡ് ആവണം, നമ്മളും തൻ്റെ ഇടം കാണിക്കണം എന്നൊക്കെ പുതിയതായിട്ടുള്ള പെൺകുട്ടികൾക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ പുരുഷന്മാർ, കേരളത്തിലെ പുരുഷന്മാർ, കേരളത്തിൽ ഇപ്പോഴും പാതിരാത്രിക്ക് ഒരു സ്ത്രീക്ക് വഴിയിലിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥ തന്നെയാണ്. അത് കാലങ്ങൾ കഴിയണം ഇനി മാറണമെങ്കിൽ. അല്ലാതെ വിദേശ രാജ്യത്തെ പോലെ ഒന്നും എപ്പോൾ വേണേലും ഇങ്ങനെ നടക്കാം എന്നുള്ള രീതിയിൽ അല്ലെ. നൈറ്റ് ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് എല്ലാ കടയും തുറന്നിട്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്തൊക്കെ രാത്രി ഉണ്ട് കേട്ടോ, നടക്കാം, കുഴപ്പമില്ല. കാരണം അതുപോലെ ഷോപ്പും അതുപോലെ ആൾക്കാരും എല്ലാം ഉണ്ട് രാത്രിയിലും, അതുകൊണ്ട് കുഴപ്പമില്ല. ബാംഗ്ലൂർ, മദ്രാസ്, എറണാകുളമൊക്കെ അങ്ങനെ ഏകദേശമായിട്ടുണ്ട്. അല്ലാതെ എങ്ങും ഒരു സ്ത്രീക്ക് രാത്രി നടക്കാൻ പറ്റില്ല. അതേ അവസ്ഥ തന്നെയാണ്. എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു കൂട്ട് വേണം. കാലം അത്രയ്ക്ക് അങ്ങോട്ട് പോയി എന്ന് പറയാൻ പറ്റില്ല. ഒറ്റയ്ക്ക് പോകാതിരിക്കുക. ഒറ്റയ്ക്ക് ഒരു പുരുഷൻ, അതൊരു ഡോക്ടറാണ്, ഡോക്ടറിന് ഡോക്ടറിൻ്റെതായ ഒരു ആദർശ വ്യക്തിത്വമൊക്കെ വേണം. അത് നമ്മൾ അങ്ങനെയാണ് പൊതുജനം ഒരു ഡോക്ടറെ കാണുന്നത്. കാരണം ഒരു ഡോക്ടർ, ഒരു ഗൈനക്കോളജിസ്റ്റ് ഒരു പുരുഷനാണ്. പ്രസവിക്കാനായിട്ട് അവിടെ ചെന്ന് കിടക്കുന്ന ഒരു സ്ത്രീയാണ്. ആ സമയത്ത് വേറെ ഒന്നുമില്ല, പ്രസവ സംബന്ധമായ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു പുരുഷനായതുകൊണ്ട് ഗൈനക്കോളജിസ്റ്റ് ആവാതിരിക്കുകയോ അയാളുടെ ജോലി ചെയ്യാതിരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതേപോലെ തന്നെ ഇയാളൊരു ഡോക്ടറാണ്, ഫിസിയോതെറാപ്പിസ്റ്റാണ്, അത്യാവശ്യം പേരെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ കുട്ടി പോയത് മൊത്തമായിട്ട് തെറ്റാ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കേരളത്തിലായതുകൊണ്ട് കൂട്ടുകൂടിയേ പോകാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും പോകരുത്. പോയാൽ ഇങ്ങനെയുള്ള പണി. പിന്നെ ഇയാളുടെ ഒരു അടവ് ശ്രദ്ധിച്ചോ, കയറി ചെന്നപ്പോഴേ വളരെ ഇൻറ്റിമസി ആയിട്ട് പെരുമാറുക, എടാ എന്നൊക്കെ വിളിച്ചു. ആദ്യം കണ്ടപ്പോൾ ആ കുട്ടിയുടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോ, ഒത്തിരിയും കാലം പരിചയമുള്ള പോലെ തോന്നിയെന്ന്. ആദ്യമേ കാണുകയാണ്, പക്ഷേ അടവാണ്, നമ്പരാണ്. ഒത്തിരിയും കാലം പരിചയമുള്ള പോലെ. അത് കഴിഞ്ഞ് അകത്ത് കയറി കഴിയുമ്പോൾ വിളിക്കുന്നത് എന്താ, എടാന്നാണ് വിളിച്ചതെന്ന്. അങ്ങനെയൊക്കെ വിളിക്കുമ്പോഴത്തേനും നമുക്ക് വല്ലാത്ത ഒത്തിരി കാലം വർഷങ്ങളായിട്ടുള്ള പരിചയം. ചിലരുടെ ഒരു നമ്പരാണ് അത്. ഒന്ന് ഫസ്റ്റിലെ കാണുമ്പോഴേ ആൾക്കാരെ മയക്കി വീഴിക്കാൻ വേണ്ടി ഒത്തിരിയും കാലം പരിചയമുള്ള പോലെ, ഒരു ബ്ലോക്ക് ഇല്ലാതെ, അതായത് സംസാരത്തിനൊരു തുടക്കം ഇടാൻ ഒരു ബുദ്ധിമുട്ടോ അല്ലെ അങ്ങനെയൊന്നും ഇല്ലാതെ വളരെ കാലമായിട്ട് പരിചയമുള്ള ഒരാളെ വീണ്ടും കാണുന്ന പോലെ ഫ്ലുവൻസ്, ഭയങ്കര ഒഴുക്കോടെ സംസാരിച്ച് അങ്ങനെ കയ്യിലെടുക്കും. അതൊക്കെ നമ്പർ ഇറക്കാവുന്നവരോ. പിന്നെയാണ് അകത്തോട്ട് റൂമിലോട്ട് കൊണ്ടുപോയിട്ട് കാലൊക്കെ കെട്ടിയിട്ട് ഉപദ്രവിച്ചത്. ഇപ്പോൾ ഏതായാലും പോലീസ് പിടിച്ചിട്ടുണ്ട്. അപ്പം കോഴിക്കോട് നടക്കാവ് എന്ന സ്ഥലത്താണ് ഇത് നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രസക്തരായ പലരെയും ട്രീറ്റ് ചെയ്ത ഒരു ഡോക്ടറാണ്. പക്ഷേ ഒരു കൊച്ചു പെങ്കൊച്ചിനെ ആരും കൂടെയൊന്നും ഇല്ലാതെ തനിയെ കിട്ടിയപ്പം പുള്ളിക്കാരൻ്റെ കൺട്രോൾ അങ്ങ് പോയി. ശരിക്കും ഈ ഒരു മനോഭാവം, ഇപ്പം ഇവിടെ ഈ പെങ്കൊച്ചാണ് ഇത് വന്ന് ഈ ഒറ്റയ്ക്ക് പോയി എന്നുള്ള ഒരു തെറ്റ് തന്നെയാണ്. എന്നാൽ നമ്മൾ ആ പെൺകൊച്ചിനെ അംഗീകരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കൊച്ച് ഇത് തുറന്നു പറഞ്ഞു, നിയമ നടപടിയിലേക്ക് പോയി, ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള
മാന്യതയ്ക്ക് സ്ഥാനം കൊടുത്ത് ആ പെങ്കൊച്ച് അവിടെ മിണ്ടായിരുന്നില്ല. പക്ഷേ എന്നാൽ നിങ്ങൾ 100% ഒരു കാര്യം വിശ്വസിച്ചു, ഇയാൾ ഈ കൃഷി ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് ഇയാൾ ഈ സ്ഥാപനം വിട്ടിട്ട് ആദ്യമായിട്ട് ചെയ്തതാണ് നിങ്ങൾ ആരും കരുതണ്ട. ഇവിടെ ഇതിനു മുന്നേ ഇത് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. അതാണ് അയാൾ ഈ പെങ്കൊച്ചിൻ്റെ മുന്നിലും ഇത് കാണിക്കാനുള്ള ധൈര്യം അയാൾക്ക് കിട്ടുന്നത്. അതായത് എങ്ങനെയാ വെച്ചാൽ ഈ സ്ഥാപനമായിട്ട് നിന്നിട്ട് ഈ വന്ന പെണ്ണുങ്ങളോട് സ്ത്രീകളോട് ഇതേപോലെ ഈ നമ്മൾ ഹിന്ദിയിലൊക്കെ കാണുന്നുണ്ടല്ലോ, വളച്ചൊടിച്ച് നടുനുവേനയായിട്ട് ചെല്ലുന്ന ഈ കഷത്തിൽ കൂടെ കൈയിട്ടും ഏതാണ്ടെല്ലാം ഗോഷ്ടി കാണിച്ച് വളച്ചൊടിക്കുന്നത് ഹിന്ദി ചാനലിൽ നിങ്ങൾക്ക് കാണാം. ഫിസിയോതെറാപ്പിസ്റ്റ് എന്തൊക്കെയാണ് കാണിക്കുന്നത്, ശ്വാസം മുട്ടിച്ച് പിടിച്ച് എന്നിട്ട് നേരെയായിട്ടൊക്കെ എഴുന്നേറ്റ് പോകുന്നുണ്ട്. അത്രയും അവരുടെ ശരീരമായിട്ടിട്ട് പിടിക്കുന്നുണ്ട് ഈ ഡോക്ടർമാർ. അപ്പോൾ ഇതിനു മുന്നേ വന്നിട്ടുള്ള സ്ത്രീകളെ ആരൊക്കെയോ അയാൾ ഇതേപോലെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. അവളുമാരാരും ഇത് മാന്യതയ്ക്ക് കോട്ടം തട്ടുമല്ലോ എന്നോർത്ത് അവളുമാരാരും ഇത് പുറത്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ പുറത്ത് പറയാതെ പോയപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഈ ഡോക്ടർക്ക് ഒരു വളം വെച്ച് കൊടുക്കാന്ന് പറയില്ലേ, ഒരു വളം വെച്ച് കൊടുത്തിട്ടുണ്ട്, ഇത് ആരും പറയത്തില്ല എന്നുള്ള രീതി. ആ സമയത്ത് പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന് പറയുന്ന പോലെ ഈ പെങ്കൊച്ചിൻ്റെ അടുത്ത് വിദ്യാർത്ഥിയായ ഈ കൊച്ചി 22 വയസ്സെങ്ങാണ്ടുള്ള കൊച്ചി, ഇയാൾക്ക് 54 വയസ്സോളമായി. അല്ലെങ്കിലും അങ്ങനെയാണ്, 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ് പുരുഷന്മാർക്ക്. അപ്പം ഇയാൾ ഈ പെങ്കൊച്ചിനോട് ചോദിച്ചപ്പോൾ ആ കൊച്ചത് തുറന്നു പറഞ്ഞ് കേസാക്കാനുള്ള ധൈര്യം കാണിച്ചു. അതാണ് ഇനിയിപ്പോൾ ഈ കെട്ടിയിട്ട് ഉപദ്രവിച്ചോ വയറെ തൊട്ടെന്ന് വരെ ആ കൊച്ചു പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ബാക്കി നടന്നു കാണും. കാരണം ഇയാൾക്കിത് കലാപരിപാടിയാണ്, അതൊക്കെ ബോധ്യമായിട്ട് തന്നെയായിരിക്കും പോലീസ് പിടിച്ചിട്ടുണ്ടായിരിക്കുക. ഏതായാലും അതിന് കൊടുക്കണം ആ കൊച്ചിനൊരു കൈ. കാരണം ഈ മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് സ്ത്രീകളെ എല്ലാവരെയും കുറിച്ചല്ല, എല്ലാവരും എൻ്റെ മെക്കിട്ട് കയറാൻ വരരുത്, പക്ഷേ എന്നാലും സ്ത്രീകളെക്കുറിച്ച് പറയാറുള്ള ഒരു കാര്യമുണ്ട്, 4 ചുവരുകൾക്കുള്ളിൽ മാന്യതയ്ക്ക് കോട്ടം തട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഏത് സ്ത്രീയും എന്തിനും തയ്യാറാവുന്നു. ഞാനിവിടെ വാദിക്കുന്നു, ഏത് സ്ത്രീയും എന്തിനും തയ്യാറാകുമെന്ന് പറയുന്നത് അത്ര ശരിയല്ല. ഏത് പറയുന്ന വാചകവും 100% ശരിയല്ല. അതിന് വിരുദ്ധമായ സ്ത്രീകളുണ്ട്. അതേപോലെ സ്ത്രീകളെ പറ്റി പറയുന്നുണ്ട്, ഒരു 10 ലക്ഷത്തിന് പെട്ടി മുന്നിൽ കൊണ്ടുവച്ചേച്ച് അവരുടെ കൂടെ കിടക്ക പങ്കിടാമെന്ന് വെച്ച് ഏത് കുലീനയായ സ്ത്രീ ആരും അറിയരുത്. അതായത് മാന്യതയ്ക്ക് കോട്ടം തട്ടരുതെന്ന് മാത്രമേ സ്ത്രീകൾക്കുള്ളൂ. ആ പൈസ മേടിച്ചിട്ട് കൂടെ കിടക്കുന്നു. അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അത് പറയാൻ പറ്റില്ല, ഉറപ്പാണ്. അത് ഞാൻ ഇന്നാളൊരു വീഡിയോ പറഞ്ഞാലും, ഇപ്പോൾ ഒരു ലോഡ്ജ് മുറിയെടുത്തു, ഒരു ഹോട്ടലിൽ മുറിയെടുത്തു, ഒരു പുരുഷനും ഒരിടത്ത് മുറിയെടുക്കുന്നു, ഒരു സ്ത്രീയും ഇപ്പുറത്ത് മുറിയെടുക്കുന്നു. അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് ആ ഒരു മുറിയെടുത്ത പുരുഷനോട് തൊട്ടപ്പുറത്തെ സിനിമയിലെ ഏറ്റവും കത്തി നിൽക്കുന്ന ഹീറോയിനായ ഒരു സ്ത്രീയാണ് താമസിക്കുന്നത്, നിങ്ങൾ വാ കിടക്ക പങ്കിടാന്ന് പറഞ്ഞാൽ ആ പുരുഷൻ അത് ആരാ വിളിച്ചത്, എവിടെയാണ് വിളിച്ചത്, ആരാ ഒന്നും അറിയണ്ട, അവൻ പോവും. പക്ഷേ ആ ഒരു സ്ത്രീയാണ് അപ്പുറത്തെ റൂമിൽ വെക്കുന്ന, അപ്പുറം സൂപ്പർ സ്റ്റാറാണ്, പോകാവുന്ന, നിങ്ങൾ പൊക്കോ, വേണേ കിടക്ക പങ്കിടാം എന്ന് പറഞ്ഞാൽ ആ സൂപ്പർ സ്റ്റാറിനോട് ആരാധനയുണ്ടെങ്കിലും ഒരു സ്ത്രീ പോകില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കൂടെ ഞാനിങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ, പോകില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഈ മാന്യതയ്ക്ക് കോട്ടം തട്ടില്ലെങ്കിൽ എന്തിനും ഏതിനും തയ്യാറാകും സ്ത്രീ എന്നൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടെങ്കിലും അതൊന്നും 100% ശരിയല്ല എന്ന് ഞാൻ പറയുന്നത്. അങ്ങല്ലാതെ അതാണ് ശരി, മനഃശാസ്ത്രജ്ഞന്മാർ പറഞ്ഞതായതുകൊണ്ട്, ഫ്രോയിഡോ അങ്ങാണ്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത്, അങ്ങനെ ആയതുകൊണ്ട് അത് ശരി എന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ ഈ ഡോക്ടറുടെ കാര്യത്തിൽ എനിക്ക് പറയാൻ പറ്റും, ഇയാൾ ഈ കൃഷി ഇന്ന് ആദ്യമായിട്ട് തുടങ്ങിയതല്ല, ഈ കൃഷി ഇയാൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. ആ ചെയ്തതിൻ്റെ ഒരു ആത്മബലം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ചോദിച്ചാൽ ആരും വെളിയിൽ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും വെളിയിൽ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് വെളിയിൽ പറഞ്ഞിട്ടില്ല. ആ വെളിയിൽ പറയാതിരുന്ന ഒറ്റ ധൈര്യത്തിലാണ് ഈ പെങ്കൊച്ചിനോട് കയറി ഇതുപോലെ ഇടപെട്ടെ. അപ്പോൾ ഈ കൊച്ചു കേസ് കൊടുത്തത്, കൊച്ചൊറ്റയ്ക്ക് പോയത് മോശമാണേലും കേസ് കൊടുത്തത് ആ കൊച്ചിനെ നമ്മൾ അതിന് അഭിനന്ദിക്കണം. കാരണം 22 വയസ്സുള്ള കൊച്ചാണ്, പെങ്കൊച്ചാണ്, വിദ്യാർത്ഥിയാണ്. അതിനത്രയും ധൈര്യം കിട്ടിയില്ല. ഇപ്പോഴത്തെ പെങ്കൊച്ചുങ്ങൾ ബോൾഡാണ്, അവരൊറ്റയ്ക്ക് കയറിപ്പോകാൻ ധൈര്യം കാണിച്ചിട്ടുണ്ട്, അതിൻ്റെ ബാക്കി ചെയ്യാനും അവരെ കൊണ്ട് പറ്റും. പക്ഷേ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് ഉപദ്രവിക്കാൻ സാധിച്ചു എന്നുള്ളത് പിന്നെ വിശ്വാസത്തിലെടുപ്പിച്ച്, അതായത് എടാ വാടാ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ഒത്തിരിയും കാലത്തെ പോലെ പരിചയമുള്ള പോലെയൊക്കെ പെരുമാറി വിശ്വാസത്തിലെടുത്തിട്ടാണ് ഈ തന്തയില്ലായ്ക ചെയ്തു വെച്ചത്. അപ്പോൾ ഇതിനൊക്കെ മാക്സിമം ശിക്ഷ കിട്ടണം. എന്താ കാര്യം എന്ന് വെച്ചാൽ അയാളുടെ പദവിയെ ദുരുപയോഗം ചെയ്തു. ഒന്ന്, കാരണം ഒരു ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഒരു രോഗിയല്ല സമൂഹം കൊടുക്കുന്ന ഒരു വിശ്വാസം അത് അയാൾ നശിപ്പിച്ചു. രണ്ടാമത് ഒരു കാമപ്രാന്തനായിട്ട് ഉള്ള ഒരു കൊച്ചു പെങ്കൊച്ചിനെ ഉപദ്രവിച്ച് അതിനുള്ള ഒരു ശിക്ഷ വേറെ. അങ്ങനെ 2 തരത്തിൽ വേണം അയാളെ ശിക്ഷിക്കാൻ. അല്ലാതെ ചുമ്മാ ഒരു സാധാ മനുഷ്യനല്ല, ഒരു സാധാ മനുഷ്യൻ കയറി ഉപദ്രവിക്കുന്ന പോലെയല്ല ഒരു ഡോക്ടർ ഉപദ്രവിക്കുക എന്ന് പറയുമ്പോൾ
ഇപ്പോൾ വേറിട്ടൊരു വാർത്തയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. ഇത്രയും ഫെയിമൊക്കെ നേടിയെടുത്ത് പലരെയും ചികിത്സിച്ച് വളരെയധികം പ്രസക്തിയിലേക്കൊക്കെ പോന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഒരു പെങ്കൊച്ചിനെ ഒറ്റയ്ക്കൊരു റൂമിൽ കിട്ടിയപ്പോഴത്തേന് കൺട്രോൾ പോകാനുള്ളതേ ഉള്ളൂ അയാൾ. പക്ഷേ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ സ്ഥിരം പരിപാടി ആയിരിക്കണം എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.